തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് ഒരു കൂട്ടർ തന്റെ പാട്ടിനെതിരെ രംഗത്ത് വരുന്നതെന്ന് ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള. 2 മാസം മുൻപാണ് ഈ പാട്ട് എഴുതിയത്. അയ്യപ്പന്മാരുടെ ദുഃഖമാണ് പാട്ടിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും കുഞ്ഞബ്ദുള്ള ദോഹയിൽ മീഡിയ വണ്ണോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന ഹിറ്റ് ഗാനം, ആ ഹിറ്റ് ഗാനത്തിനെതിരെ DGPക്ക് ഒരു പരാതി കിട്ടിയിരിക്കുകയാണ്. അതിൽ കേസെടുക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള എലമെൻ്റ് ഉണ്ട് എന്ന് കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മോടൊപ്പം ആ പാട്ടിൻ്റെ രചയിതാവ് ചേർന്നു. ഇങ്ങനെയൊരു കേസെടുക്കാനുള്ളൊക്കെ ഒരു എലമെൻ്റ് ഉണ്ടോ എന്ന് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അതിൽ നിന്ന് കേസെടുക്കാനുള്ളതാണ്. ഞാൻ ഈ പാട്ട് റിലീസ് ചെയ്തിട്ട് 2.5 മാസം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് പരാജയവും തോൽവിയും ഉണ്ടായതിൻ്റെ ശേഷം ഒരു കൂട്ടർ ഇതിനെ കേസാക്കാൻ ശ്രമിക്കുന്നതാണ്. അതിൽ ഞാൻ എഴുതി അയ്യപ്പന്മാരുടെ ദുഃഖമല്ലേ, ഈ പൊന്ന് കട്ടണ്ടുപോയ ഇന്ന ആളെന്നല്ലേ എഴുതിയിട്ടുള്ളൂ. അവരെ അതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. അവരുടെ ദുഃഖം പറയുന്നല്ലേ. അയ്യപ്പന്മാർ അതിൽ ദുഃഖം പറയുന്നത് അതിലുണ്ട്. ആശാ വർക്കർമാർ അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഷാഫിയെ തല്ലിയത് അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. TPയെ കൊന്ന അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അയ്യപ്പന്മാരുടെ ദുഃഖമല്ലല്ലോ. നാട്ടിൽ പൊതുവായിട്ട് കാണുന്ന ആനുകാലിക പ്രശ്നങ്ങൾ ഒരു പാട്ടാക്കി. പിന്നെ ഈ പാട്ടിൻ്റെ ട്യൂണിൽ ഒരുപാട് പാരഡി ഗാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എനിക്കും ഇഷ്ടപ്പെട്ടൊരു ട്യൂണാണ്. ആ ട്യൂണിൽ എഴുതി. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് UDF ഈ പാട്ട് ഉപയോഗിച്ചത് BJPക്കാരാണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു അയ്യപ്പനെ മോശമാക്കി ചിത്രീകരിക്കുന്ന പാട്ടാണെങ്കിൽ BJPക്കാരത് ഉപയോഗിക്കൂല. അങ്ങനെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ വിവാദം ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടൊന്നും പറയാനില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു കേസാണെങ്കിൽ അത് ഞാൻ താങ്ങിക്കോളും. അല്ല, ഞാനും എൻ്റെ പാർട്ടിയും. സതീശൻ സാർ ഇപ്പം വിളിച്ചിരുന്നു. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയോ പിന്തുണ അറിയിക്കുകയോ ചെയ്തു? അതേ VD സതീശൻ വിളിച്ചു. കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പ്രശ്നമാക്കണ്ട. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ അക്കാര്യത്തിലൊരു ആശങ്ക നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സാറേ, അത്ര തന്നെ. അതല്ലാണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഈ പാട്ട് എന്നാണ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയതെന്നാണ്? ഞാൻ കൃത്യമായിട്ട് എഴുതിയതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാലത്തും UDFന് പാട്ട് എഴുതലുണ്ട്. അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ആരും നിർദ്ദേശിച്ചിട്ടോ ആരും ഒന്നും പറഞ്ഞിട്ടോ ഇന്ന് വരെ പാട്ട് എഴുതിയിട്ടില്ല. ഞാൻ ഒരുപാട് പാട്ട് എഴുതിക്ക്. അതിൽ ആരുടെ നിർദ്ദേശത്തിനും പാട്ട് എഴുതുന്നതല്ല. ഞാനിത് കാശിന് വേണ്ടി എഴുതുന്നതല്ല. അതെൻ്റെ ഒരു പാഷനാണ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു പാട്ട് എഴുതണമെന്ന് തോന്നി, ആ പാട്ട് എഴുതി. അത് UDF ഉപയോഗിച്ചിട്ട് അവർക്ക് കൊടുത്ത് നോക്കുമ്പോൾ അവർക്കത് ആദ്യം വേണ്ടായിരുന്നു. യൂത്ത് ലീഗുകാരെ വിളിച്ചിക്ക്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റീനെ വിളിച്ചിക്ക്, പലരെ ഞാൻ വിളിച്ചിന്. അവർക്കാർക്കും ആ പാട്ട് വേണ്ടായിരുന്നു. പിന്നെ ഇത് CMS ഏറ്റെടുത്തിട്ടാണ് ഇത് വൈറലാക്കി. അവർ ഇലക്ഷൻ ഗാനങ്ങളെല്ലാം വൈറലാക്കുന്ന കൂട്ടറാണ്. അവർ ഏറ്റെടുത്ത് ഞങ്ങൾ ഇറക്കിക്കൊട്ടെന്ന് വെച്ചു. നിങ്ങൾ ഇറക്കിക്കൊന്നു പറഞ്ഞു. അത് വൈറലായി. അതിനിപ്പോൾ അത് ഇതുവരെ ഇതിനെപ്പറ്റി യാതൊരു വിവാദമില്ല. എല്ലാവരും ഇത് ഏറ്റുപാടുന്നുണ്ട്. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ജനങ്ങൾ ഇത് വെച്ച് തുള്ളുന്ന കാണുമ്പോൾ വലിയൊരു സന്തോഷം തോന്നി. നോക്കുമ്പോൾ ഇത് പാർലമെൻറ്റിൻ്റെ മുന്നിൽ MP മാർ ഈ പാട്ട് തന്നെയാണ് പാടുന്നത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു പാട്ടായി മാറും ഇതെന്ന് നിങ്ങൾ നേരത്തെ കരുതിയിരുന്നു? അങ്ങനെയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു ടൂളായിട്ട് ഇത് ഉപയോഗിച്ചോട്ടെ എന്നുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പിനകത്ത് സ്വാധീനിക്കുമെന്ന് നമ്മളിപ്പോൾ എഴുതുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ.